ഓം നമോ നാരായണായ. എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാവർക്കും സുസ്വാഗതം. നാം ഇന്ന് 57-ാം ദശകമാണ് പഠിക്കാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവതം 18-ാം അധ്യായം ദശമസ്കന്ധം 17-ാമത്തെ ശ്ലോകം മുതൽ 33-ാം ശ്ലോകം വരെയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ പ്രലംബാസുരനെ വധിക്കുന്നതായിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ 3 ദശകങ്ങളിലും കാളിയൻ എന്ന ഘോര സർപ്പത്തെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിക്കുന്നതാണ് 54, 55, 56 ദശകങ്ങളിലായി നാം പഠിച്ചത്. ഈ 57-ാം ദശകം ഗീതിവൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. പ്രലംബാസുരനെ വധിക്കുന്നത് ബലരാമനാണെന്നാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കിനി 1-ാം ശ്ലോകം നോക്കാം. രാമസഖ ക്വാപി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരപി സംവൃതോ ലസദ്വേഷഃ. രാമസഖ ക്വാപി ദിനേ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരപി സംവൃതോ ലസദ്വേഷഃ. നമുക്ക് പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ഫസ്റ്റ് ലൈനിലൊന്നുമില്ല. സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ഗതഹ എന്നത് വിസർഗം ലോപിച്ച് ഗതോ എന്നായിട്ട് മാറിയിരിക്കുന്നു. ഫോർത്ത് ലൈനിൽ ധേനുഭിഹി പ്ലസ് അഭിസംവൃത പ്ലസ് ലസദ്വേഷ, ധേനുഭിരഭിസംവൃതോ ലസദ്വേഷ എന്നായിട്ട് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അന്വയം നോക്കാം. ക്വാപി ദിനേ കാമദ ഭഗവൻ ഭവാൻ ലസദ്വേഷ രാമസഖ ഗോപാനാം സൂനുഭിഹി ധേനുഭിഹി അഭിസംവൃതഃ വിപിനം ഗതഃ. ക്വാപി ദിനേ പിന്നീടൊരു ദിവസം, അതായത് കാളിയ മർദ്ദനമെല്ലാം കഴിഞ്ഞ് പിന്നീടൊരിക്കൽ ഒരു ദിവസം കാമദ ഭഗവൻ അഭീഷ്ടത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാൻ, അതായത് ശ്രീകൃഷ്ണൻ എന്താഗ്രഹിച്ചാലും നമുക്ക് തരും എന്നാണ് കാമദ ഭഗവൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭവാൻ ലസദ്വേഷ, ഇവിടെ ചേരുന്ന ഇണങ്ങുന്ന വേഷത്തോടുകൂടി, ഉജ്ജ്വല വേഷത്തോടെ, ശോഭയുള്ള വേഷത്തോടെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആ ഉജ്ജ്വല വേഷത്തോടെ രാമസഖ, ഇവിടെ ബലരാമനോടുകൂടി എന്നാണ്. ഗോപാനാം ഗോപന്മാരോടും, സൂനുഭിഹി അവരുടെ കുട്ടികളോടും, ഗോപന്മാരുടെ കുട്ടികളോടും, ധേനുഭിഹി ധേനു പശുവാണ്, ധേനുഭിഹി പശുക്കളോടും, അഭിസംവൃത ചുറ്റപ്പെട്ടവനായിട്ട്, വിപിനം ഗതഃ വിപിനം കാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ അഭീഷ്ടദായകനായ ഭഗവാനെ മഹാവിഷ്ണു, ഒരു ദിവസം ബലരാമനോടുകൂടി ശോഭിക്കുന്ന, അതായത് ഉജ്ജ്വല വേഷത്തോടു കൂടിയവനുമായ അങ്ങ് ഗോപന്മാരുടെ പുത്രന്മാരാലും പശുക്കളാലും ചുറ്റപ്പെട്ടവനായി കാട്ടിലേക്ക് പോയി എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കിനി 57-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം നോക്കാം. സംദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലൈ ഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. സംദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹബാലൈർഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. ബാലൈഹി പ്ലസ് ഭാണ്ഡീരകം പ്ലസ് ആഗമഹ പ്ലസ് വടം. ബാലൈർഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ. ആഗമഹ എന്നത് ആഗമോ എന്നായിട്ട് മാറിയിരിക്കുന്നു. അന്വയം ശ്രദ്ധിക്കൂ. വിമലാം വൃന്ദാവനശ്രിയം ബലായ സ്വൈരം സംദർശയൻ കാണ്ഡീരൈഹി ബാലൈഹി സഹ ക്രീഡൻ ഭാണ്ഡീരകം വടം ആഗമഹ. വിമലാം വൃന്ദാവനശ്രിയം, ശ്രീയോടുകൂടിയ വൃന്ദാവനം, വിമലം മനോഹരമായ ശോഭയോടുകൂടിയ ഭംഗിയേറിയ ആ വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യത്തിൽ, ബലായ സ്വൈരം ബലരാമന് ആ വൃന്ദാവനത്തിൻ്റെ ഭംഗി സ്വൈരമായി, അതായത് വളരെ സ്വച്ഛന്തമായി കാട്ടിക്കൊടുത്തു. സന്ദർശയൻ കാട്ടിക്കൊടുത്തു. കാണ്ഡീരൈഹി കാണ്ഡീരൈഹി വടികളും, സഹ ബാലൈഹി ബാലന്മാരോടുകൂടി, ക്രീഡൻ കളിയാടിക്കൊണ്ട്, കുട്ടികളുടെ എല്ലാം കയ്യിൽ വടിയുണ്ടായിരുന്നു. അങ്ങനെ വടികളും കയ്യിലെടുത്തുകൊണ്ടുള്ള
ആ കുട്ടികളോടുകൂടി കളിയാടിക്കൊണ്ട് ഭാണ്ഡീരകം വടം ആഗമഹ, ഭാണ്ഡീരകം എന്നു പേരുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. ആഗമഹ എത്തിച്ചേർന്നു. ഇവിടെ സഹ ബാലൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത് സഹ എന്നെഴുതുമ്പോൾ അത് വിത്ത് അല്ലെങ്കിൽ കൂടെ എന്നാണ് അർത്ഥം. സ ഇട്ടിട്ട് വിസർഗം ഇട്ടാൽ സഹ എന്ന് തന്നെ വായിക്കും. പക്ഷേ അവൻ എന്നാണ് ആ സഹ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് സഹ ബാലക എന്ന് പറഞ്ഞാൽ അവൻ ബാലകനാകുന്നു എന്നാണ്. ഈ കാളിയമർദ്ദനം നടക്കുമ്പോൾ ഭഗവാൻ ഒറ്റയ്ക്കാണ് കാട്ടിലേക്ക് കാലികളെയും കൂട്ടി പോയത്. എന്നാൽ ഈ ദശകത്തിൽ പ്രലംബാസുരനെ വധിക്കാനാണ് വന്നിരിക്കുന്നത്. ബലരാമനാൽ ആ കൃത്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് മെൽപ്പത്തൂർ രാമസഖ ക്വാപിദിനെ എന്ന് ആ 1-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ ഇത്തവണ കാലികളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ തൻ്റെ ഒപ്പം ബലരാമനെ കൂട്ടി. അതുപോലെ തന്നെ ഗോപബാലകന്മാരുടെ എല്ലാം കയ്യിൽ വടികൾ ഉണ്ടായിരുന്നു. വനത്തിലേക്കല്ലേ യാത്ര, എല്ലാവരുടെയും കയ്യിൽ ഒരു ദണ്ടുണ്ടായിരുന്നു. വൃന്ദാവനത്തിൻ്റെ ഭംഗിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് സാവധാനത്തിൽ നടക്കുന്നവനായ ശ്രീകൃഷ്ണനെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടെയുള്ള ഗോപബാലന്മാരോടുകൂടി പലതരം കളികളും കളിച്ച് ഭാണ്ഡീരകം എന്നു പേരായ പേരാൽ മരത്തിൻ്റെ സമീപത്ത് അവരെത്തിച്ചേരുന്നു. നമുക്കിനി 3-ാമത്തെ ശ്ലോകം നോക്കാം. താവകനിധനസ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യപ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേതേ. താവകനിധനസ്പൃഹയാലുർ ഗോപമൂർത്തിരദയാലു ദൈത്യഃ പ്രലംബനാമ പ്രലംബബാഹും ഭവന്തമാപേതേ. ഈ ശ്ലോകത്തിൽ പിരിക്കാനുള്ളത് താവത് പ്ലസ് താവകനിധനസ്പൃഹയാലുഹു പ്ലസ് ഗോപമൂർത്തിഹി പ്ലസ് അദയാലുഹു. താവത് താവകനിധനസ്പൃഹയാലുർ ഗോപമൂർത്തിരദയാലു. ഇവിടെ വിസർഗം എങ്ങനെ മാറിയെന്ന് ശ്രദ്ധിക്കുക. 2-ാമത്തെ താവകനിധനസ്പൃഹയാലുർ എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ വിസർഗം രേഫമായിട്ട് മാറി. അതുപോലെ തന്നെ ഗോപമൂർത്തിരദയാലു അവിടെയും രേഫമായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കിനി അന്വയം ശ്രദ്ധിക്കാം. താവത് താവകനിധനസ്പൃഹയാലുഹു അദയാലുഹു പ്രലംബനാമ ദൈത്യഃ ഗോപമൂർത്തിഹി പ്രലംബബാഹും ഭവന്തം ആപേതേ. താവത് ആ സമയത്ത് താവകനിധനസ്പൃഹയാലുഹു അങ്ങയെ വധിക്കണം എന്ന ഇച്ഛയോടെ, ആഗ്രഹത്തോടെ, സ്പൃഹയാലുഹു എന്ന് പറഞ്ഞിരിക്കുന്ന ആഗ്രഹിക്കുന്നവനായിട്ട്, അദയാലുഹു അശേഷം ദയയില്ലാത്തവനാണ്. ഒട്ടും തന്നെ ദയ സ്പർശിച്ചിട്ടേ ഇല്ല ദയ എന്ന വികാരം. പ്രലംബനാമ പ്രലംബൻ എന്ന നാമത്തോടു കൂടിയവൻ, പേരോടുകൂടിയവൻ. ദൈത്യൻ അസുരൻ. ഗോപമൂർത്തിഹി ഗോപൻ്റെ വേഷത്തിൽ, ഭഗവാന്റെ കൂടെയുള്ള കുട്ടികളുടെ വേഷത്തിൽ. പ്രലംബബാഹും ആജാനുബാഹുവായിട്ട്. ഭവന്തം അങ്ങയെ ആപേതേ പ്രാപിച്ചു. ഇവിടെ പ്രാപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ ഈ ലീലകളെല്ലാം മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഈ അസുരൻ. ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കണം എന്ന ഇച്ഛയോടുകൂടി ഈ പ്രലംബൻ എന്നു പേരായ അസുരൻ ഒരു ഗോപബാലൻ്റെ വേഷം ധരിച്ച് അവരുടെ കൂട്ടത്തിൽ കലർന്നു, അല്ലെങ്കിൽ അവരോട് കൂടി ചേർന്നു, അങ്ങയുടെ ആ ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നു എന്നർത്ഥം. സ്പൃഹയാലു എന്ന് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ്. മുൻപ് വധിക്കാനായിട്ട് പലരും വന്നതായി നമുക്കറിയാം. ഈ അസുരന്മാർക്ക് ആർക്കും അദ്ദേഹത്തെ വധിക്കാൻ സാധിച്ചില്ല. പൂതന വന്നത് നാം കണ്ടു. അതുപോലെ ശകടാസുരൻ വന്നു, ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്നു. അങ്ങനെ ഓരോ അസുരന്മാരും ഓരോരോ സൂത്രം പ്രയോഗിച്ച് ഭഗവാനെ വധിക്കാനായിട്ട് വന്നു. ഈ സൂത്രം ആരും പ്രയോഗിച്ചില്ല എന്നാണ് ഈ പ്രലംബാസുരൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഉദ്ദേശം തടസ്സമൊന്നും കൂടാതെ നിറവേറുന്നു എന്ന് പ്രലംബൻ കരുതുകയാണ്. നമുക്കിനി 4-ാമത്തെ ശ്ലോകം നോക്കാം. ജാനന്നപ്യവിജാനൻ ഇവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഃ. ജാനന്നപ്യവിജാനൻ ഇവ തേന സമം
നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാഹ. ഇതിൽ പിരിക്കാനുള്ള പദങ്ങൾ ഫസ്റ്റ് ലൈനിൽ ജാനൻ പ്ലസ് അപി പ്ലസ് അവിജാനൻ പ്ലസ് ഇവയാണ്. ജാനൻ അപ്യവിജാനന്നിവ. ദ്വന്ദ്വയുദ്ധം പ്ലസ് ആരബ്ധാഹ ദ്വന്ദ്വയുദ്ധമാരബ്ധാഹ. ഇനി അന്വയം ശ്രദ്ധിക്കാം. ജാനൻ അപി അവിജാനൻ ഇവ ത്വം തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടുപശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധം ആരബ്ധാഹ. ജാനൻ എല്ലാം അറിയാവുന്നവൻ, അപി എന്നിരുന്നാലും അവിജാനൻ എന്നാൽ അറിയാത്തവനെപ്പോലെ, ഇവ അതായത് ഒട്ടും മനസ്സിലാകാത്തവനെ പോലെ. പ്രലംബാസുരൻ വേഷം മാറി ഇവരുടെ കൂട്ടത്തിൽ ചേർന്നു എന്ന് ഭഗവാൻ അറിയാം, പക്ഷേ അതൊട്ടും മനസ്സിലാകാത്തവനെ പോലെ അങ്ങ് തേന സമം ആ അസുരനോട് നിബദ്ധ സൗഹാർദ്ദ തികച്ചും സൗഹാർദ്ദഭാവം നടിച്ചുകൊണ്ട്, അതായത് മിത്രത്തിൻ്റെ ഭാവം നടിച്ചുകൊണ്ട്, വടനികടേ വടം ആ പേരാൽ മരത്തിൻ്റെ സമീപത്തേക്ക് പടുപശുപവ്യാബദ്ധം മിടുക്കന്മാരായ പശുപന്മാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഗോപന്മാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വന്ദ്വയുദ്ധം ആരബ്ധാഹ. ദ്വന്ദ്വം രണ്ടാണെന്നറിയാലോ, രണ്ട് ചേരികളായി തിരിഞ്ഞ് രണ്ട് ഗ്രൂപ്പിലുള്ളവരിൽ നിന്ന് ഓരോരുത്തർ വന്ന് മല്ലയുദ്ധം നടത്തുന്നതിനെയാണ് ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരബ്ധാഹ ആരംഭിച്ചു. രണ്ട് ഗ്രൂപ്പുകളിൽ ഒരു സംഘത്തിൻ്റെ ലീഡർ ബലരാമനും എതിർ സംഘത്തിൻ്റെ ലീഡർ ശ്രീകൃഷ്ണനുമായിരുന്നു. ഇപ്പോൾ അവിടെയുള്ളവരെല്ലാം രണ്ട് സംഘമായി പിരിഞ്ഞു, രണ്ട് ചേരികളിലായി കളിക്കാൻ റെഡിയായിട്ട് നിന്നു. അവരിൽ ഓരോരുത്തരായി ഓരോ സംഘത്തിൽ നിന്നും ഓരോ കുട്ടികൾ വീതം വന്ന് രണ്ട് പേർ തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുകയാണ്. ഭഗവാൻ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ്, ബലരാമൻ മറ്റൊരു ഗ്രൂപ്പിൻ്റെ നേതാവ്. അങ്ങനെ കളിക്കാൻ ആരംഭിച്ചു. ഭഗവാൻ എല്ലാം അറിയുന്നുവെങ്കിലും ഒന്നും അറിയാത്തവൻ എന്ന പോലെ ആ പ്രലംബാസുരനോടുകൂടി സൗഹാർദ്ദം ഭാവിച്ച് പേരാലിൻ്റെ സമീപത്ത് എത്തിയിട്ട് സമർത്ഥന്മാരായ ഗോപന്മാരോടുകൂടി അവിടെ രണ്ട് സംഘമായി തിരിഞ്ഞ് ദ്വന്ദ്വയുദ്ധം ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. പിരിക്കാനുള്ള പദങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ഭവത്കം പ്ലസ് അപി ഭവത്കമപി, ത്വദ്ബലഗതം പ്ലസ് അന്വമന്യഥാഹ പ്ലസ് ഭഗവൻ, ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ. ഇവിടെ ആ വിസർഗം ലോപിച്ചു പോയിരിക്കുന്നു. അന്വമന്യഥാഹ എന്നുള്ളിടത്ത് വിസർഗം ലോപിച്ചിട്ട് ത്വദ്ബലഗതമന്വമന്യഥാ എന്നായിട്ട് മാറി. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. ഭഗവൻ ത്വം ഗോപാൻ ബലഭദ്രം ഭവത്കം അപി സംഘം വിഭജ്യ തന്വൻ ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതം അന്വമന്യഥാ. ഭഗവൻ അല്ലയോ ഭഗവാനെ, അങ്ങ് ഗോപാൻ ഗോപന്മാരെ, ബലഭദ്രം ബലഭദ്രൻ്റെയും ഭവത്കം അപി അങ്ങയുടെയും ആയിട്ടുള്ളതായ സംഘം വിഭജ്യ രണ്ട് സംഘമായിട്ട് വിഭജിച്ചു. തന്വൻ വിഭജിക്കവേ, വിഭജ്യ തന്വൻ സംഘമായി വിഭജിക്കവേ, ത്വദ്ബലഭീരും അങ്ങയുടെ ശക്തിയെ, അങ്ങയുടെ ആ ബലത്തെ, ഭീരും എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രലംബാസുരൻ അങ്ങയുടെ ബലത്തെ ഭയന്നിരുന്നു, ശക്തിയെ ഭയന്നിരുന്നു. ത്വത് ബലഭീരും ദൈത്യം, ത്വത് അങ്ങയുടെ ബലത്തെ ഭയക്കുന്ന ദൈത്യം അസുരൻ, ഈ പ്രലംബാസുരൻ. അതായത് അങ്ങയുടെ ശക്തിയെ നന്നായി അറിയുന്ന ആ പ്രലംബാസുരൻ, അങ്ങയെ ഭയക്കുന്ന ആ പ്രലംബാസുരൻ, ത്വദ്ബലഗതം അങ്ങയുടെ ബലത്തിൽ, അങ്ങ് നേതാവായ സംഘത്തിൽ എന്നർത്ഥം, അന്വമന്യഥ നിന്നുകൊള്ളുവാൻ സമ്മതിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് ഗോപബാലന്മാരെ രണ്ട് സംഘമായി തിരിച്ചുവല്ലോ. ബലഭദ്രനാകുന്ന നേതാവിനോട് കൂടിയതും അങ്ങ് നേതാവായിട്ടുള്ള
മറ്റൊരു സംഘം. അങ്ങനെ 2 സംഘങ്ങളാക്കി തീർത്തവനായ അങ്ങയുടെ കയ്യൂക്കിനെ, അതായത് ബലത്തെ ഭയപ്പെടുന്നവനായ പ്രലംബാസുരനെ അങ്ങയുടെ സംഘത്തിൽ തന്നെ ചേരുവാൻ അനുവദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ശ്രീകൃഷ്ണൻ നേതാവായിട്ടുള്ള സംഘത്തിൽ നിൽക്കുമ്പോൾ ബലഭദ്രൻ്റെ സംഘത്തിൽ നിന്നുള്ളവൻ വന്നല്ലേ യുദ്ധം ചെയ്യുകയുള്ളൂ, ദ്വന്ദ്വയുദ്ധം ചെയ്യുമ്പോൾ. അപ്പോൾ ഭഗവാന്റെ ബലത്തെ അറിയുന്നവനായ പ്രലംബാസുരൻ ആ സംഘത്തിൽ തന്നെ നിന്നിട്ട് തക്കം നോക്കി ഭഗവാനെ വധിക്കാമെന്നായിരിക്കും കരുതിയിരിക്കുന്നത്. ഏതായാലും ഭഗവാന്റെ ശക്തിയെ ഭയന്ന് ആ സ്വന്തം സംഘത്തിൽ തന്നെ നിൽക്കാൻ അവനെ അനുവദിച്ചിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. നമുക്കിനി 6-ാമത്തെ ശ്ലോകം നോക്കാം. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂധകം സ്വദയിതതരം ശ്രീദാമാനമധത്ഥ പരാജിതോ ഭക്തദാസതാം പ്രധയൻ. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂധകം സ്വദയിതതരം ശ്രീദാമാനമധത്ഥ പരാജിതോ ഭക്തദാസതാം പ്രധയൻ. നമുക്ക് ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം. ശ്രീദാമാനം പ്ലസ് അധദ്ധാഹ, ശ്രീദാമാനമധദ്ധാഹ. പരാജിതഃ പ്ലസ് ഭക്തദാസതാം, പരാജിതോ ഭക്തദാസതാം. ഇവിടെ പരാജിതഃ എന്ന വിസർഗം ലോപിച്ചിട്ട് പരാജിതോ എന്നായിട്ട് മാറിയിരിക്കുന്നു. ഇനി നമുക്ക് അന്വയം ശ്രദ്ധിക്കാം. കൽപ്പിത വിജേതൃവഹനെ സമരേ പരയൂധകം സ്വദയിതതരം ശ്രീദാമാനം ഭക്തദാസതാം പ്രധയൻ പരാജിതഃ അധദ്ധാഹ. കൽപ്പിത വിജേതൃവഹനെ, കൽപ്പിതം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്, കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിജേതൃവഹനെ, വിജേതൃവഹനെ എന്ന് പറഞ്ഞാൽ വിജയിക്കുന്നവനെ വഹിക്കണം. അതായത് ആരാണോ ദ്വന്ദ്വയുദ്ധത്തിൽ ജയിക്കുന്നത് അവനെ തോൽക്കുന്നവൻ ചുമലിൽ വഹിക്കണം എന്ന് തീരുമാനിച്ചു കൽപ്പിച്ചു വച്ചിരിക്കുന്നു. സമരേ, ഇവിടെ സമരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ദ്വന്ദ്വയുദ്ധത്തിലാണ്. 2 പേർ തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടക്കുമ്പോൾ വിജയിക്കുന്നത് ആരാണോ അവനെ തൻ്റെ ചുമലിൽ ചുവന്നുകൊണ്ട് ഒരു നിശ്ചിത ദൂരം വരെ നടക്കണമെന്നാണ് അവർ തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. അതാണ് ഒരു ശിക്ഷയായിട്ട് വച്ചിരിക്കുന്നത്. പരയൂധകം, എതിർ സംഘത്തിൽപ്പെട്ടവനും സ്വദയിതതരം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനുമായ ശ്രീദാമാനം, ശ്രീദാമാവ് എന്ന പേരുള്ള ഗോപനെ ഭക്തദാസതാം പ്രധയൻ, ഭക്തദാസനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവനുമായ പരാജിത, പരാജയപ്പെട്ടവനെ അധദ്ധാഹ വഹിച്ചു. ഇവിടെ ആരെയാണോ തോൽപ്പിക്കുന്നത് ആ തോൽപ്പിക്കപ്പെടുന്നവൻ വിജയിക്കുന്നവനെ തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ട് ഒരു നിശ്ചിത ദൂരം, ഇവിടെ ഭാണ്ഡീരകം വടം ആഗമഹ എന്ന് പറഞ്ഞ ഒരു വൃക്ഷം ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ ചുവട് വരെ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയിച്ചവനെ തോറ്റവൻ ചുമക്കേണ്ടതാണെന്ന് ഉപാധി വച്ചിരിക്കുകയാണ്. അങ്ങനെ കൽപ്പിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. മത്സരത്തിൽ അങ്ങ് തോൽപ്പിക്കപ്പെട്ടു. താൻ എന്തു ചെയ്തു? ഭക്തദാസനായിട്ടുള്ള, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള എതിർ സംഘത്തിൽപ്പെട്ട ശ്രീദാമാവ് എന്ന ഗോപാലനെ വഹിച്ചുകൊണ്ട് കൃഷ്ണൻ നടക്കുകയാണ്. ഭഗവാൻ ദാസനാണ്, ഭക്തദാസനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ ശ്രീദാമാവിനെ യുദ്ധത്തിനായി വിളിച്ച് അവനാൽ പരാജിതനാക്കപ്പെട്ട് അവനെയും ചുമലിൽ വഹിച്ച് നടക്കുകയാണ്. അങ്ങനെ താൻ ഭക്തന്മാരുടെ ദാസനാണ് എന്ന് സമർത്ഥിക്കുവാനായിട്ട്, പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട്, പ്രകാശിപ്പിക്കുവാനായിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ശ്രീദാമാവ് എന്ന ഗോപനെ വഹിച്ചുകൊണ്ട് അങ്ങ് നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൽ. നമുക്ക് 7-ാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ നോക്കാം. തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും, എന്തും വിട്ടുകൊടുക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുന്നതിലേക്കായിട്ടാണെന്ന് തോന്നുന്നു ഭഗവാൻ ഭക്തദാസനായിട്ട് ശ്രീദാമാവിനെ ചുമലിലേറ്റി നടക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ
നിങ്ങൾക്കിഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടമുള്ള കമൻ്റ് ഇടുവാനും മറക്കരുതെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. എല്ലാവരെയും ഭക്തദാസനായ ആശ്രിതവത്സലനായ ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി നന്ദി.